നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ഏത് വിഷയമുണ്ടാകുമ്പോഴും പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ വിഭാഗത്തെ, രാഷ്ട്രീയ കൂട്ടരെ സപ്പോർട്ട് ചെയ്യാതെ കൃത്യമായിട്ട് നിൽക്കുക എന്നും പ്രത്യേകമായിട്ട് ഒരു വിഭാഗത്തിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാതിരിക്കുക എന്നുള്ളതുമാണ് മാധ്യമധർമ്മം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സംഭവത്തിൽ ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു രീതി മാറ്റുകയാണ്. മാധ്യമ പ്രവർത്തകരടക്കം ഒന്നടക്കം സന്തോഷിക്കുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJPയെയോ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെയോ തകർക്കാനല്ല, മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാജി ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു BJPയുടെ അനുകൂലി എന്ന രീതിയിലല്ലാതെ, മറിച്ച് ഇത് ജനാധിപത്യ രാജ്യത്തിന്റെ വിജയമാണ് എന്ന തരത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ CJPയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പുറം ലോകത്ത് പോയി പഠിച്ച് ഇവിടെ വന്ന് സമരം ചെയ്യാൻ എന്തർഹതയാണ് CJP നേതാവിനുള്ളത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. പക്ഷേ അത്തരമൊരു ചോദ്യം ഇവിടെ വരുമ്പോഴും ഇത്ര നാളും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൗനം പാലിച്ചപ്പോൾ അവിടെ നിന്ന് ഇത്തരം ഒരു മനുഷ്യൻ പുറം ലോകത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇങ്ങനെ ഒരു സമരം നടത്തിയതുപോലും ഇവിടുത്തെ ഭരണപരാജയമാണ് എന്ന് മനസ്സിലാക്കാതെ കേന്ദ്രത്തെ നശിപ്പിക്കാൻ വേണ്ടി, കേന്ദ്ര സർക്കാരിനെ തകർക്കാൻ വേണ്ടിയാണ് പലരും ഗൂഢലക്ഷ്യമിടുന്നത് എന്നും പല ആളുകളെയും പല നാട്ടിൽ നിന്നും ഈ സമരത്തിന് വേണ്ടി ഇറക്കുമതി ചെയ്തു തീവ്രവാദ സംഘടനകളടക്കം ഇതിനകത്തുണ്ട് എന്നതടക്കമുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോഴും അവിടെ മനസ്സിലാക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 10ൽ 5 പേരും അത്തരത്തിൽ പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്തവരാണ് എങ്കിൽ പോലും അതിൽ ബാക്കിയുള്ള 5 പേർ ഈ പറയുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷമങ്ങൾ നേരിട്ട് അനുഭവിച്ച് സഹിക്കാൻ സാധിക്കാതെ സമരമുഖത്തേക്ക് ഇറങ്ങിയതാണ് എന്ന് ആരും മനസ്സിലാക്കിയില്ല. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന്റെ അവകാശവാദം അടക്കം ഏറ്റെടുക്കാൻ പല സംഘടനകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇത്ര ദിവസവും ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു സമരം നടക്കുന്നു എന്ന് പോലും കേരളത്തിലെ പല ആളുകൾക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന ജൻസികൾ തന്നെയാണ് ഈ വിഷയം നമുക്കിടയിൽ, നമുക്ക് ചുറ്റും ഇത്തരത്തിൽ വലിയ അനീതികൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് രാഷ്ട്രീയ ഭേദമന്യേ വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റുകയാണ് ജൻസികൾ സമരവേദിയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ആ ആഘോഷം തുടരുകയാണ്. സമരനായകനും CJP നേതാവുമായ അഭിജിത്ത് ദീപ്കെ നേതൃത്വത്തിലടക്കം വലിയ ആഘോഷങ്ങളാണ് ഇപ്പോൾ ജന്തർ മന്ദറിന് മുൻവശത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെ തുടർന്ന് ജീവനൊടുക്കിയ കുട്ടികളുടെ പേര് അഭിജിത്ത് ഉറക്കെ വായിക്കുകയും കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നതോടെ ഇവിടെ ഉന്നയിച്ച ഇവരുടെ ഒരു ആവശ്യം അത് കൃത്യമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു എന്ന് അടിവരയിടുകയാണ്. പലരും പറയുന്നുണ്ട് ഇത്തരത്തിൽ CJP അവരുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വരവിനെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സമരം നടത്തിയത് എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CJPയെ പോലുള്ള ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭരണപരാജയം തന്നെയാണ്. ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്നത് ഓർക്കുക. എന്തായാലും സമരവിജയം ജീവത്യാഗം ചെയ്ത കുട്ടികൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ CJP ഉൾപ്പെടെയുള്ള ആളുകൾ ജന്തർ മന്ദറിന് മുൻവശത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 35 ദിവസം നീണ്ട സമരത്തിനൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര പ്രാധാന്യപ്പെട്ട രാജി കൂടെയാണ് എന്ന് നോക്കുക. അതായത് ഭരണത്തിലേറിയതിനു ശേഷം BJPയുടെ ഒരാൾ പോലും രാജിവെക്കാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ പോലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നുള്ളതായിരുന്നു അറിയിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിവർത്തിയില്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ, പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോൾ അത് അക്രമത്തിന് അപ്പുറത്തേക്ക് ശാന്തമായിട്ട് പ്രതിഷേധിക്കാമെന്ന് മാതൃകാപരമായിട്ട് കാണിച്ചു നൽകിയ ജൻസികളുടെ ഒരു സമരമായിരുന്നു ഇത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ കണ്ടു കഴിഞ്ഞു. അതായത്
സോഷ്യൽ മീഡിയയിലൂടെ പലരും വ്ളോഗുകളായിട്ടും പലതരത്തിലാണ് പ്രതികരിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലും നമുക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നത് ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിലൂടെ മനസ്സിലാക്കി തന്നതാണ്. എന്തായാലും അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ജന്തർ മന്ദറിന് മുൻപിലുള്ള ഈ ഒരു വിജയം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പ്രധാൻ രാജിവെക്കില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ സൂചനകൾക്കപ്പുറത്തേക്ക് കേന്ദ്രം മുട്ടുമടക്കി എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. പിന്നോട്ടില്ലെന്ന് സമരക്കാർ ഉറച്ച തീരുമാനമെടുത്തതോടെയാണ് മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം കുറിക്കുന്നു. വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോടെയാണ് സമരത്തിന് പുതുജീവൻ വെച്ചത്. നിരാഹാര സമരം വാർത്തകളിൽ ഇടം നേടിയതോടെ പാറ്റകളുടെ സമരത്തിലേക്ക് യുവജനങ്ങൾ ഒഴുകിയെത്തി എന്നുള്ള തരത്തിലും വാർത്തകൾ വന്നിരുന്നു. വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാജ്യവ്യാപകമായിട്ട് ഈ പ്രതിഷേധം ആളിക്കത്തി. പാർലമെന്റിൽ പ്രതിപക്ഷവും രാജി ആവശ്യം ഉന്നയിച്ചതോടെ കേന്ദ്രം സമ്മർദ്ദത്തിലാകുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ അകത്തും പുറത്തുമായി സമരം ചെയ്തതും ഈ രാജിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയെന്ന് അവകാശപ്പെടുന്നവരും കുറവല്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിനൊക്കെ ഒരു വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. 2 തവണയാണ് മോദി ഇൻസ്റ്റഗ്രാമിലൂടെ ഈ പ്രതിഷേധത്തിന് മറുപടിയുമായിട്ട് രംഗത്തെത്തിയത്. സമരം രാജ്യവ്യാപകമായിട്ട് ഇങ്ങനെ വ്യാപിക്കുമ്പോഴും ശ്രദ്ധ നേടുമ്പോഴും പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ള കേന്ദ്ര നിലപാട് വന്നുവെങ്കിൽ പോലും അവസാനം ഗതികെട്ട ആ രാജി ഉറപ്പാക്കിച്ചിരിക്കുന്നു. എന്തായാലും ഇതൊരു ചരിത്ര വിജയം തന്നെയാണ് എന്നുള്ളതാണ് പറയേണ്ടുന്നത്. അതായത് ഒരു സമരം ഇത്തരത്തിൽ ആർക്കും ഒരു ദോഷമില്ലാത്ത തരത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണെങ്കിൽ അംഗീകരിച്ചേ മതിയാകൂ ഒരു ജനാധിപത്യ രാജ്യത്ത് എന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. നമുക്കറിയാം ആ സമരവേദിയിൽ ഉണ്ടായ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നത്. ഭാരത് മാതാ കി ജയ്, ഇൻകുലാം സിന്ദാബാദ്, വന്ദേ മാതരം, അങ്ങനെ പല ജയ്വിളികൾ അവിടെ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിന്റെ തെരുവുകളിൽ ആഴങ്ങളോളം മുഴങ്ങിക്കേട്ട ഈ മുദ്രാവാക്യങ്ങളിൽ കേവലം ശബ്ദ കോലാഹലങ്ങൾ മാത്രമായിരുന്നില്ല. അധികാരവർഗത്തിന്റെ നെഞ്ചിലേക്ക് പ്രക്ഷോഭകാരികളായ യുവതലമുറ എയ്തുവിട്ട വിപ്ലവത്തിന്റെ അസ്ത്രങ്ങളായിരുന്നു. അത് കൃത്യമായിട്ട് കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്നത് രാജി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യത്തെ ജെൻസി തലമുറയും കോക്രോച്ച് ജനതാ പാർട്ടിയും പടുതുയർത്തിയിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ പ്രക്ഷോഭത്തിന് മുന്നിൽ ഒടുവിൽ നരേന്ദ്രമോദി സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്. കടുത്ത ജനരോഷത്തിനും സമരങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ യുവജന ശക്തികളുടെ തിളക്കമാർന്ന മറ്റൊരു അധ്യായം കൂടെയാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് എന്നാണ് പലരും രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സമരമായിരുന്നു ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണയായി ഭരണകൂടത്തിനെതിരെ ഉയരുന്ന സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ദേശവിരുദ്ധം അല്ലെങ്കിൽ അർബൻ നെക്സൽ എന്ന് മുദ്രകുത്തി അടിച്ചമർത്തുന്ന പതിവ് തന്ത്രം ഇറക്കി കേന്ദ്രത്തിന് ഇവരെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ഈ പറയുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചില ഹിഡൻ അജണ്ടയോടെ പലരും വന്നിട്ടുണ്ട് എന്നും ലക്ഷങ്ങളും വാങ്ങിക്കൊണ്ട് സമരത്തെ തകർക്കാനും അതോടൊപ്പം തന്നെ രാജ്യത്തിനെ തകർക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ആളുകൾ വന്നിരുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് വസ്തുതാപരമാണ് എങ്കിൽ അത് കൃത്യമായിട്ട് അതിനു വേണ്ടിയുള്ള നടപടികൾ കേന്ദ്രം തന്നെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ യഥാർത്ഥപ്പെട്ട വേദന മനസ്സിലാക്കാതെയാണ് ഈ അവസരം മുതലെടുക്കാൻ ഇത്തരക്കാർ ശ്രമിച്ചത് എന്നുകൂടെ മനസ്സിലാക്കുക. എന്തായാലും ഈ അവസരം മുതലെടുത്ത് കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിച്ച ആ ഒരു ടീമിന് പോലും തിരിച്ചടിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ രാജി. അത് രാജ്യം ഒന്നടങ്കം രാഷ്ട്രീയ ഭേദമന്യേ ആഘോഷിക്കുന്ന നിമിഷത്തിലാണ് ഇപ്പോൾ.